പാചകവാതക പ്രതിസന്ധി ഓരോ ദിവസം കഴിയും തോറും രൂക്ഷമാവുകയാണ്. അതിലേറ്റവും പ്രശ്നം അനുഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഹോട്ടൽ മേഖല തന്നെയാണ്. അത് ആദ്യ ദിവസമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഹോട്ടലുകൾ എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറെ ഹോട്ടലുകൾ, പ്രത്യേകിച്ചും കോഫി ഹൗസ് ഒക്കെ ഇന്നലെ തന്നെ തമ്പാനൂരിലുള്ള കോഫി ഹൗസ് അടച്ചു. ഇന്ന് കൂടുതൽ കോഫി ഹൗസുകൾ അടയ്ക്കുന്നു എന്ന വാർത്തകൾ വരികയാണ്. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാത്തതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഹോട്ടൽ ഓണേഴ്സ് മാത്രമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികളും ഇതോടെ പെരുവഴിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്തെ കോഫി ഹൗസുകളും നേരത്തെ പറഞ്ഞതുപോലെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഒരു വാണിജ്യ സിലിണ്ടർ പോലും ലഭ്യമായിട്ടില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. വിഭവങ്ങളൊക്കെ വെട്ടിക്കുറച്ച് പരിമിതമായ രീതിയിലാണ് പലയിടത്തും ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനും കൊല്ലത്ത് നിന്ന് ജയശങ്കറും കോഴിക്കോട് നിന്ന് AK അഭിലാലും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്താണ് സാഹചര്യം എന്നത് നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം. ആദ്യം പത്തനംതിട്ടയിലേക്ക് പോകാം. പ്രവീൺ, ഹോട്ടൽ പ്രതിസന്ധി കുറെ ദിവസങ്ങളായി ഉണ്ടാവുകയാണ്. തൽക്കാലം കയ്യിലുണ്ടായിരുന്ന സിലിണ്ടറുകളും ലഭ്യമായവയും ഒക്കെ വെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിന്റെ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ? പത്തനംതിട്ടയിൽ കഴിഞ്ഞ 10 ദിവസമായി ഹോട്ടലുകളിൽ ഒരു വാണിജ്യ സിലിണ്ടർ പോലും ലഭിക്കുന്നില്ല. ഈ ഹോട്ടലുകളിൽ അവരുടെ പ്രധാനപ്പെട്ട വരുമാനം എന്നുള്ളത് ഉച്ചയൂണാണ്. ഉച്ചയൂണിൽ വിഭവങ്ങൾ നമുക്കറിയാം, മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങൾ അറിയാം. പക്ഷേ ഇപ്പോൾ ഈ ഹോട്ടലുകൾ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി, ഊണ് പേരിന് മാത്രം കൊടുക്കും, പക്ഷേ വിഭവങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിന് കാരണം ഈ വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് കൂടുതൽ പാചകം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണോ കൂടുതൽ ആളുകൾ വരാതിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല ഹോട്ടലിൽ. ഒരു സാധാരണ മീൽസ് കൊടുക്കുമ്പോൾ 3-4 ഐറ്റം കറികൾ, 2-3 തൊടുകറികൾ, അങ്ങനെ ഒരു 7-10-12 ഐറ്റംസ് ചേർത്താണ്, പപ്പടം ചേർത്താണ് കൊടുക്കുന്നത്. ഇപ്പം വാണിജ്യ സിലിണ്ടറിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അടുപ്പിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്. അത് അടുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങളില്ല. ഉള്ള സൗകര്യത്തിൽ വെച്ച് കൊടുക്കുന്നതന്നെ കറികളുടെ എണ്ണം കുറഞ്ഞു. സാധാരണ 2 കറികളും ഒഴിക്കാൻ ഒരു കറി 3 കറിയായിട്ട് കുറഞ്ഞ് ചുരുങ്ങി റേറ്റ് ഒട്ട് കുറച്ചുമില്ല. അതായത് 80 രൂപ മുടക്കി ഒരാൾ ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ സാമ്പാറും 1-2 കറികൾ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ആ 80 രൂപയ്ക്ക് അവർക്ക് അത് മുതലാകത്തില്ല. ഞങ്ങൾക്ക് 80 രൂപ കുറച്ച് കൊടുത്താൽ മുതലാകത്തുമില്ല. ഇത്രയും സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം കച്ചവടം പോകേണ്ട, ജീവനക്കാരെ പിരിച്ചു വിടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ തൽക്കാലം പോവുകയാണ്. പക്ഷേ ഇത് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ 10 ദിവസമായി ഒരു വാണിജ്യ സിലിണ്ടർ പോലും കിട്ടിയിട്ടില്ല. മിനിമം വേജസ് കൊടുത്ത് തൽക്കാലം അവർ എൻ്റെ കൂടെ ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അത് എത്രത്തോളം നിൽക്കും, എത്ര ദിവസം നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ചെറിയ തോതിൽ കച്ചവടം ചെയ്തുകൊണ്ട് അവരുടെ തൊഴിലാളികളുടെ ശമ്പളം ചെറിയ തോതിൽ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഗ്യാസ് ഏജൻസികളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? എന്നത്തേക്ക് പഴയ രീതിയിൽ നമുക്ക് വാണിജ്യ സിലിണ്ടറുകൾ കിട്ടുമെന്നാണ് അവർ പറയുന്നത്? ഗ്യാസ് ഏജൻസിക്കാർക്ക് യാതൊരു പിടുത്തവും ഇല്ല. അവർക്ക് എന്ന് ഗ്യാസ് തരാൻ പറ്റും എന്ന് വന്നാൽ, ഗോഡൌണിൽ വന്നാൽ സിലിണ്ടർ തരാമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഏജൻസിയെ നമ്പ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗ്യാസ് ഏജൻസി ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസറുമായിട്ട് ഓൺലൈനിൽ ബുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. 50 സിലിണ്ടർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ 50 സിലിണ്ടർ വേണമെന്ന് ഡിമാൻഡ് ചെയ്താൽ അവരതിൻ്റെ ഒരു പെർസെൻ്റ് തരത്തുള്ളൂ. അപ്പോൾ 4-5 സിലിണ്ടർ കിട്ടിയാലും ഒരു ഹോട്ടൽ നടക്കത്തില്ല. ശരാശരി ഒരു സിലിണ്ടറെങ്കിലും ഒരു ഹോട്ടലിന് ദിവസം കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോകത്തുള്ളൂ. അതും കുറച്ച് വിറവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് പോകത്തുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.